കാസർഗോഡ് ചിറ്റാരിക്കൽ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവിന്റെ നിർബന്ധിത പിരിവും ഭീഷണിയുമെന്ന് പരാതി. കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ റോഷി ജോസാണ് ലോഡ്ജ് ഉടമയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയത്. ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും സംരംഭം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സംഭവത്തിന് ശേഷം നിരന്തരം വധഭീഷണി മുഴക്കുന്നതായും സംരംഭകൻ യേശുദാസ് തോമസ് പറയുന്നു. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഇദ്ദേഹം പരാതി നൽകി. ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി സമർപ്പിച്ചത്. റോഷി ജോസ് ചെറുപുഴ പഞ്ചായത്തിലെ 10ാം വാർഡ് സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നെ മാന്യത പഠിപ്പിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇനിയും കാണാം. യേശുദാസ് നല്ലൊരു സംരംഭമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും നല്ല സംരംഭമായിട്ട് ഇനിയും വരും. നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ പൊന്നു റോഡ്മാനെ നമ്മള് മനുഷ്യരെ ഉപദ്രവിക്കാൻ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. നീ പറഞ്ഞ നിന്നെ മര്യാദ നമുക്കറിയാം. നീ കുറിച്ച് വെച്ചോ. നീ കുറിച്ച് വെച്ചോ. നീ ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞു ഈ നല്ല ദിവസം നീ കുറിച്ച് വെച്ചോ. നീ ഇതിനെ അനുഭവിച്ചു എന്നാ അനുഭവിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി എൻ്റെ കുണ്ടനിറത്തുള്ള ഒരു സ്ഥാപനത്തിൽ പാലാവയിൽ സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 3 അധ്യാപകർ, റോഷി മാഷ് അടക്കമുള്ള 3 അധ്യാപകർ അവിടെ വരികയും അവരെന്നോട് ഒരു 10,000 രൂപ സംഭാവന ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, വരുമാനമൊന്നും ആയിട്ടില്ല. ഒരു മാസം എനിക്ക് 7,500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 2 സ്റ്റാഫിനായിട്ട് 30,000 രൂപ എനിക്ക് ചിലവുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് അത്രയും രൂപ തരാനില്ല, ഞാനൊരു 1000 രൂപ തരാമെന്ന്. അപ്പം അവരാദ്യം അത് നിർബന്ധിച്ചു. പിന്നീട് ഞാൻ തരികയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഷി മാഷ് 2,000 രൂപയുടെ ഒരു രസീത് എനിക്ക് എഴുതി തന്നു. 2 കൂപ്പൺ കുറിച്ച് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ 1000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 1000 രൂപ കൊടുത്തു. ബാക്കി 1000 രൂപയുടെ കൂപ്പൺ തിരിച്ചു കൊടുക്കും. റോഷി മാഷ് പെട്ടെന്ന് എന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും, നീ കോഴിച്ചാലിലുള്ളവരല്ലേ, നീ കോഴിച്ചാലിലേക്ക് വാ, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഗുണ്ടായസം കളിക്കേണ്ടവർക്ക് ഗുണ്ടായസം ഞങ്ങൾ കളിച്ചിരിക്കും എന്നും പറഞ്ഞാൽ താഴോട്ടിറങ്ങി വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ ഈ വിവരം പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. KV ബൈജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബൈജു, എന്താണ് ഈ ആക്ഷേപത്തിന് ഇതിന്റെ വസ്തുത എന്താണ്? പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും സൈറ്റ് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു സ്ഥാനാർത്ഥി, അതായത് ഈ റോഷി ജോസ് എന്ന് പറയുന്നയാൾ UDFന്റെ ചെറുപുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നതിൽ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ ലോഡ്ജ് ഉടമയായ യേശുദാസ് തോമസ് എന്ന് പറയുന്നയാൾ ഈ പരാതി സമർപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇദ്ദേഹം പറയുന്നത് ഈ ചിറ്റാരിക്കാൽ സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് പിരിവിന് വരികയും 10,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ലോഡ്ജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ലാഭത്തിലല്ല താൻ, അതുകൊണ്ട് തന്നെ തനിക്ക് 7,000-ഓളം രൂപ മാത്രമേ ഈ മാസം ആകെ കിട്ടിയുള്ളൂ. 30,000-ഓളം രൂപ ഈ തൊഴിലാളികൾക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഒരു 2,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും തന്നെ ഭീഷണിപ്പെടുത്തുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കുറേയൊക്കെ ഈ ദൃശ്യങ്ങളിൽ വന്നിട്ടുണ്ട്, ഈ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളെ കാറിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളെ ആക്രമിച്ചെന്നാണ് മറ്റൊരു പരാതി കൂടെ പറയുന്നത്. ഏതായാലും ഈ കേസിൽ DGPക്കും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ ഇപ്പോൾ ഈ യേശുദാസ് എന്ന് പറയുന്ന ഈ ലോഡ്ജ് ഉടമ പരാതി നൽകിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തുന്നു. അതുമാത്രമല്ല നിരന്തരം ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കും. നമുക്കറിയാം ചെറുപുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് LDFും UDFും ബലാബലം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ അടുത്ത ഭരണം വരുമെന്നാണ് ഇയാളോട് പറയുന്നത്. അങ്ങനെ
ഈ ലോഡ്ജ് പൂട്ടിക്കും എന്നൊരു ഭീഷണിപ്പെടുത്തി ഉണ്ട്. അതിൽ കുറേയൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാം. ആ ഭീഷണിപ്പെടുത്തുന്നതിന് കുറേ കാര്യങ്ങൾ ഏതായാലും ഇതിൽ വസ്തുതയുണ്ട്. ഈ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഈ റോഷി ജോസ് എന്ന് പറയുന്ന അധ്യാപകൻ നേരത്തെയും ചില കേസുകളിലൊക്കെ പ്രതിയാണെന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ യേശുദാസ് തോമസ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇയാൾ ഒരു സ്ഥാനാർത്ഥി എന്ന് ഓർക്കണം. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒക്ടോബർ 15 നടന്നൊരു സംഭവമാണ്. ആദ്യം ഇതൊരു ഒത്തുതീർപ്പിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും തുടരെ ഭീഷണി വന്നതുകൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നതെന്നാണ് ഈ യേശുദാസ് തോമസ് എന്ന് പറയുന്ന ലോഡ്ജ് ഉടമ വ്യക്തമാക്കുന്നത്. സൈത്ത്, യെസ്, എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി തന്നെ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യവസായിയെ ബന്ധപ്പെടുന്നു. തുടർന്നാണ് ഇത്തരമൊരു നീക്കപ്പെടുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇതാണ് ബൈജു വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്നാണ്, വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്നാണ് ഇത്തരമൊരു വിവാദം ഉയർന്നത്. നമ്മുടെ കാര്യങ്ങൾ കാണാം. യേശുദാസ് നല്ലൊരു സംരംഭമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും നല്ല സംരംഭമായിട്ട് ഇനിയും വരും. നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ പൊന്നു റോട്ടുമാരെ, നമ്മള് മനുഷ്യരെ ഉപദ്രവിക്കാൻ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ നീ പറഞ്ഞല്ലോ നിന്നെ മൈനോറിറ്റികൾ നമുക്കറിയാം. നീ കുറിച്ച് വെച്ചോ. നീ കുറിച്ച് വെച്ചോ. നീ ഇവിടെ ഞാനിപ്പം പറയുന്നു ഈ നല്ല ദിവസം നീ കുറിച്ച് വെച്ചോ. നീ ഇതിനെ അനുഭവിച്ചു. എന്നാ അനുഭവിക്കുന്നത്? കാര്യങ്ങൾ പറഞ്ഞോ. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. യാത്രക്കാരുമായി പോയ വേണാട് ബസിന്റെ ഇടതുവശത്ത് മുൻഭാഗത്തെ ടയറാണ് ഊരിയത്. ആറ്റിങ്ങലിൽ നിന്നും കിളിമാനൂരിലേക്ക് യാത്രക്കാരുമായി പോയ ബസിന്റെ ടയർ ഊരിത്തെറിക്കുകയും ബോഡി റോഡിൽ ഇടിച്ച് നീങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അടിച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകും. വാടക അടിച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങൽ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, വലിയ അപകടമാണ്. ഒപ്പം ബസ്സുകളുടെ ദുരവസ്ഥ, അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തത കൂടിയാണ് ഇതിൽ ഉണ്ടാവുന്നത്. എന്താണ് സംഭവിച്ചത്? മറ്റപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും സജിത്, ഭാഗ്യം കൊണ്ട് തന്നെ എന്ന് പറയാം, വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം ഇത് ആറ്റിങ്ങലിൽ നിന്നും ദേശീയപാത വഴി കിളിമാനൂരിലേക്ക് വരുന്ന വഴിയിലായിരുന്നു ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്നും കിളിമാനൂർ റോഡിലേക്കുള്ള ഇട റോഡിലേക്ക് വാഹനം തിരിഞ്ഞ് കേവലം തുച്ഛമായ മീറ്ററുകൾ മാത്രം പിന്നിടുന്ന ആ സാഹചര്യത്തിലാണ് ഈ വാഹനത്തിന്റെ മുൻഭാഗത്തെ ടയർ വളരെ വലിയ ശബ്ദത്തോടു കൂടി ഇളകിത്തെറിക്കുകയും വാഹനം വശത്തേക്ക് നിരങ്ങി നീങ്ങി നിൽക്കുകയും ചെയ്തത്. ഈ സമയം ഈ റോഡിൽ തിരക്ക് കുറവായിരുന്നതും വഴിയാത്രക്കാരും തന്നെ വശത്ത് ഭാഗങ്ങൾ ഇല്ലായിരുന്നതും വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത്. എന്തായാലും ഈ ബസ്സുകളുടെ ഒരു ശോചനീയാവസ്ഥ തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയാം. ശരിയായ ഒരു കാര്യക്ഷമതാ പരിശോധനയില്ലാതെ ഏകദേശം 15ഓളം യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഈ യാത്രക്കാരുമായി പോകുന്ന സമയത്ത് ഉണ്ടായ അപകടം വലിയൊരു അപകടമാണ് ഒഴിവായതെന്ന് നമുക്ക് പറയാം. വലിയ അപകടമാണ് ഒഴിവായത്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. ബസ് ടയറില്ലാതെ പോയ ബസ് സൈഡിൽ ബോഡി ഇടിച്ച് ടാർ റോഡിൽ ഇടിച്ചു നിൽക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആറ്റിങ്ങൽ നിന്നും കിളിമാനൂരിലേക്ക് പോയ ബസിൻ്റെയാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടായത്. വലിയ അപകടമാണ് ഉണ്ടായത്. യാത്രക്കാർ ഏറെ ഉണ്ടായിരുന്ന ട്രിപ്പാണ്. ഇതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. എന്താണ് സുരക്ഷാ പ്രശ്നങ്ങൾ, എന്താണ് ഉണ്ടായത്, പരിശോധന നടന്നില്ലേ? സാധാരണ ആക്സിഡൻറ്റിൽ മറ്റുമാണ് ഇത് തെറിച്ചു പോകുന്നത്. പക്ഷേ ഇത് സംഭവിച്ചത് മറ്റൊരു രീതിയിലാണ്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇത് സംബന്ധിച്ച് KSRTC എന്തെങ്കിലും വിശദീകരണമുണ്ടോ? കാരണം ഓരോ ബസ്സും ട്രിപ്പ് പുറപ്പെടും മുമ്പ് അതിൻ്റെ പരിശോധനയൊക്കെ
പൂർത്തിയാക്കിയാലേ മുന്നോട്ട് പോവുക. സാധാരണ നമ്മൾ ആക്സിഡന്റിലും മറ്റുമാണ് ഇങ്ങനെ ടയർ ഊരി തെറിച്ചു പോകുന്നത് കാണുന്നത്. ഇതെന്താണ് സംഭവിച്ചത്? ഇത് കിളിമാനൂർ ഡിപ്പോയിലെ വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഡിപ്പോയിലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പരിശോധിച്ച ശേഷം മാത്രമേ അപകട കാരണം സംബന്ധിച്ച വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു പരിശോധന ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ ഒരു അനുമാനിക്കേണ്ടി വരും. കാരണം ഈ വാഹനം സഞ്ചരിച്ചത് നിരപ്പായ റോഡിലൂടെയാണ്. ഈ ഭാഗത്ത് വലിയ ഗട്ടറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉള്ള റോഡായിരുന്നില്ല. ഈ നിരപ്പായ റോഡിൽ വെച്ച് തന്നെയാണ് അപ്രതീക്ഷിതമായി ഈ വാഹനത്തിന്റെ ടയർ ഇളകിത്തെറിച്ചത്. അപ്പോൾ തീർച്ചയായും ഈ വാഹനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കേടുപാടുകളുടെ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളുടെ പരിഹരിക്കാത്തതിന്റെ കുറവ് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം അല്ലെങ്കിൽ പരിശോധന നടത്തിയ ശേഷം മാത്രമേ വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈ ഡിപ്പോ അധികൃതർ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഉരുത്തെറിച്ചു. വലിയ അപകടമാണ് ഒഴിവായത്. ആറ്റിങ്ങിൽ നിന്നും കിളിമാനൂർക്ക് പോയ ബസ്സിൽ നിന്നാണ്